ईशावास्यमिदं सर्वम् यत्किञ्च जगत्यां जगत् तेन त्यक्तेन भुञ्जीथा मा गृध कस्य स्विद्धनम्. Dear Rasikas, please sit back and allow us to take you along in this humble quest to bring to you Radha Evide. അന്തിവിളക്ക് കൊളുത്തിയിട്ടില്ലെങ്ങും അമ്പാടിയിൽ ഇന്നനക്കമില്ല. ഓടിക്കളിപ്പീല പൈക്കിടാങ്ങൾക്കൊപ്പം ഓടക്കുഴലേന്തും ബാലകന്മാർ. പാടുന്നതില്ല കിളികൾ മണം പൂശിയോടിക്കളിപ്പീല കാറ്റുപോലും. മക്കളെ നക്കാതനങ്ങാതെ കാതോർത്തു നിൽക്കുന്നു കണ്ണീരൊലിച്ചു പൈക്കൾ. എങ്ങുപോയമ്മമാർ തോഴിമാർ ആരെയുമെങ്ങുമേ കാൺമീളനക്കമില്ല. നിശ്ചലമമ്പാടി നിശ്ചലം ഗോകുലം നിശ്ചലം വൃന്ദാവനാന്തരംഗം. ഇന്നീ കറുത്ത പുലരിയിലല്ലയോ കണ്ണനിവിടം വെടിഞ്ഞുപോയി. രാധയെവിടെ? ദേഹി വെടിഞ്ഞോരും ദേഹമെവിടെ? തളർന്നു വീണു തളർന്നു വീണു. ഓളമനങ്ങാതടക്കി വീതുമ്പുന്നു കാളിന്തി തീരത്തിലെങ്ങുമില്ല. മുല്ലപ്പൂക്കി കൊഴിഞ്ഞു ചാഞ്ഞുള്ളൊരാ വള്ളിക്കുടിലിൻ മടിയിലില്ല. താനേ കരഞ്ഞു തളർന്നു മയങ്ങിടും തായ യശോദ തൻ ചാരയില്ല. ചന്ദ്രബിംബം പോന്നൊദിക്കുന്ന പോൽ കണ്ട വൃന്ദാവനത്തിൻ വധുവെവിടെ? ആരോ വഴി ചൂണ്ടിയോതും രാധിക ഗേഹമതാണെന്നറിഞ്ഞുകൂടി. തങ്കമായി രാധ വളർത്തിയ പൈങ്കിളി സങ്കടപ്പെട്ടു കരഞ്ഞിടുന്നു. രാധയെവിടെ? ദേഹി വെടിഞ്ഞോരും ദേഹമെവിടെ? തളർന്നു വീണു തളർന്നു വീണു.
കണ്ണനൊന്നോടി വന്നു നീലവിരിമാറിലേങ്ങളോടൊന്നണച്ചു ഒരു ചുംബനം മാത്രമേകി എൻ രാധികെ പിരിയുന്നു ഞാൻ എന്ന് മാത്രമോദി പിരിയുന്നു ഞാൻ എന്നു ചൊന്നു എന്നാൽ വരും തിരികെ എന്നെൻ കണ്ണൻ ഓതിയില്ല കണ്ണാ കണ്ണാ കണ്ണാ. ഇവിടെ വെച്ചല്ലോ ചുടുന്നൊരൻ മാറിലായ വിടുന്നു ചന്ദനച്ചാറ് പൂശി ഇവിടെ വെച്ചല്ലോ ചുടുന്നൊരൻ മാറിലായ വിടുന്നു ചന്ദനച്ചാറ് പൂശി താമരനൂലിലെ പൂക്കൾ പൂത്താലിയാക്കി നിറമാറിൽ നടുവിലായി ചാർത്തിച്ചു താമരനൂലിലെ പൂക്കൾ പൂത്താലിയാക്കി നിറമാറിൽ നടുവിലായി ചാർത്തിച്ചു നീ എൻ്റെ വധുവെന്നു മന്ത്രിച്ചു ചേർത്തണച്ചു താരകൾ താരുകൾ വാരിച്ചൊരിഞ്ഞുള്ളൊരാ രാവെനിക്കുള്ളതായിരുന്നു ഇവിടെയാണല്ലോ പിണങ്ങിയിരുന്നു ഞാനിനി മിണ്ടുകില്ലെന്ന വാശിയോടെ ഫലമില്ല വന്നെന്റെ മുന്നിൽ നോക്കിക്കൊണ്ടു പ്രിയനൊന്നു പുഞ്ചിരിക്കൊണ്ട നേരം പോക പോകിൻ മുന്നിൽ നിൽക്കേണ്ട മാധവ പോക പോകെന്നു ഞാൻ കോപമാർന്നു ഏതു കമനീ നിൻ കാമിനി വേണ്ട നിൻ ചാതുര്യം എന്നെ തൊടേണ്ട മേലിൽ രാവിലുറങ്ങാതെ കണ്ണു ചാമ്പി ക്ഷീണഭാവനായി കള്ളച്ചിരിയുമായി അന്യതൻ കുങ്കുമ
എന്നിരുകാലുമയ്യോ പിടിച്ചിരുന്നു. തരൂ ദേവി നിൻ പാദകമലമുദാരം, എന്നിരുകാലുമയ്യോ പിടിച്ചിരുന്നു. കൊഞ്ചി കിലുക്കി കിലുക്കി നോക്കിക്കൊണ്ടു പുഞ്ചിരിക്കൊണ്ടു തലോടിടുമ്പോൾ ഇത്തിരി ഞാനൊന്നഹങ്കരിച്ചു, പ്രേമമുക്തനെന്നാഥൻ പൊറുത്തിടട്ടെ. അത്രയ്ക്കഗാധമായി സ്നേഹിച്ചതിൻ ശേഷം, അത്രയ്ക്കു ലാളിച്ചതിനു ശേഷം, ഇത്ര എളുപ്പമോ വിട്ടുപോയിടുവാൻ? കൃഷ്ണ നീ എത്രയകലയായി എൻ കണ്ണാ ഞാനറിയുമേ. നീ ദയാഹീനനല്ലോ കണ്ണാ കണ്ണാ കണ്ണാ. എന്നിട്ട് കർമ്മം വിളിക്കവേ, രാജന്യധർമ്മം വിളിക്കേ, കുലം വിളിക്കേ, ആർത്തരാം മർത്യർ വിളിക്കേ, എന്നെഞ്ഞിലാത്തേർ തട്ടുരുണ്ടു ഞെരിച്ചകന്നു പോരും പരാതി ഈ ലോകം തപിക്കവേ. രാധതൻ താപം അഗണ്യതാപം. എന്തു ചെയ്തു പിന്നെ രാധ, എന്തു ചെയ്തു പിന്നെ രാധ, രാധയെവിടെ തിരയുക തന്നലേ, കാതരമാകും മനസ്സുകളെ മനസ്സുകളെ, രാധയെവിടെ എവിടെ?
ഇതുതാൻ ഹിമാചലം, സ്വർഗത്തിലേക്കുള്ള രജതമാം കോവണി. ദുഃഖം മധിക്കുന്ന ഹൃദയങ്ങളെ, കൊടും വ്യഥകളെ, വിരഹത്തിലെരിയും പരിത്യക്ത ബന്ധങ്ങളെ, കാലം കെടുത്തും ശരീരങ്ങളെ, മഹാകാലം കെടുത്താത്ത മോഹങ്ങൾ, വരൂ വരൂ വിളിക്കുന്നു ഹിമാലയം, നിസ്സംഗമലീവിതിൽ ജീവിത ചിത കെടുത്തിൻ. നാഥഹര ഞാൻ പരിത്യക്തരാധ, ഇനി വയ്യെന്നു കൈനീട്ടി നിൽക്കേ, ചിത്തമൊരു നൂറു നൂറായി നുറുങ്ങിയെന്നോ, ഓരോ നുറുങ്ങും തെറിച്ചു വീണിന്ത്യ തന്മാറിലെങ്ങെങ്ങും പുകഞ്ഞുയർന്നോ, മൂള പൊട്ടി ജന്മങ്ങളുടെ ആ വിളിയെന്നും ഇന്നും അലഞ്ഞിടുന്നു. രാധ എവിടെ? രാധ എവിടെ? രാധ എവിടെ? What happens to the Atma of Radha? We now move on to the story of Meera. After breaking into pieces, one part of Radha's Atma falls on the hot, dry sands of Rajasthan, where, in its birth as Meera, brings over the land the cool breeze of love through devotion as experienced in Meera's Madhura Bhakti. Meera was a Hindu mystical poetess credited to have composed between 200 to 1300 bhajans in Bhakti tradition on Lord Krishna in Vraj Bhasha, a Rajasthani dialect of Hindi and Gujarati. Born in Kudki, Rajasthan, she was only 3 years old when a wandering mendicant gave an idol of Lord Krishna to her father. One look at it, and little Meera was fascinated so much so that she refused to eat any food till her father, though reluctant to give the idol to such a small child, had no choice but to give in. Once, Meera saw a wedding procession on the street from her window. She asked her mother who her husband would be. The mother replied, laughing, that Meera already had her husband with her, referring to her complete attachment to the idol and Krishna that it represented. It must be mentioned here that Meera's mother encouraged the child's religious tendencies, though unfortunately she passed away when Meera was still very young. At an early age, Meera was married off to Prince Bhojraj. This did not stop Meera from singing to her beloved Krishna and losing awareness of her surroundings in ecstasy and trance. Meera's new family tried hard to convert her to recognize their family deity, Goddess Durga, over her Krishna. But when these attempts repeatedly failed, they began resenting her and placing hindrances in her everyday existence. On one occasion, they sent her a basket of poisonous snakes,
which became a saligramam. On another occasion, the family had a poisonous snake killed and ground into a paste, mixed into the milk to be served to her. This poison got converted into health-enriching nectar. On yet another occasion, the bed of nails intended to torture her turned into a bed of roses that ended up comforting her instead. The family even spread malicious gossip about Meera's character, intending them to reach her husband's ears. And though he believed the rumors for a while, the power of her devotion opened his eyes to reality. From then on, he too would join her in her path to reach Krishna. Meera is believed to have disappeared from her mortal existence during one of her musical prayers to her Krishna.
सालिगराम गई पाए, जहर का प्याला राणा भेजा, इमृत दिया बनाए। नहाए धोए जब पीवन लागे, हो गई अमर चाय। सूली सेज राणा ने भेजी, तीजो मीरा सुआए। सांझ भई मीरा सोवण लागी, मानो फूल बिछाए। मीरा के प्रभु सदा सहाय, राखे बिघन हटाए। भजन भाव में मस्त डोलती, गिरधर पर बड़े जाए। मीरा 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 नाची रे, पग घुंघरू बांध नाची रे। मीरा नाची मैं तो अपने नारायण को हो गई आप ही दासी रे। मीरा नाची रे। लोग कहे मीरा भई बावरो, नाती कहे कुल नासी रे। मीरा कहे प्रभु गिरधर नागर, सहज मिले अविनाशी रे। मीरा नाची रे। मीरा पग घुंघरू बांध नाची रे मीरा, पग घुंघरू बांध नाची रे मीरा। पग घुंघरू बांध नाची रे मीरा, पग घुंघरू बांध नाची रे मीरा। मीरा രാധ എവിടെ? രാധ എവിടെ? രാധ എവിടെ? We now come to the tale of Andal. After Meera gave up her mortal existence without physically uniting with her Krishna, Radha's Atma took on a physical form in Tamil Nadu. Andal was a 10th century Tamil saint, the only woman Alvar credited with the Thirupavai and Nachiyar Tirumozhi,
which are still recited and sung by devotees. She was believed to have been discovered as an infant under a tulsi or holy basil plant in a temple garden in Srivilliputtur by Vishnu Chittar, who later became Periyalvar. This child was called Kodai, or beautiful garland in Tamil. Her father doted on her, singing songs to her in praise of Lord Krishna, regaling her with stories and inculcating in her a love for Tamil poetry. As a result, as she grew up into a beautiful maiden, her determination to wed her Lord Krishna grew in her. She would slip into a dream world, constantly fantasizing about her marriage to him. Vishnu Chitta had the responsibility of delivering flower garlands meant for the Lord to the temple. Kodai would lovingly make them, and then, when no one was watching, would try them on to be satisfied with them. This act was considered a sacrilege, and as expected, upset Vishnu Chitta very much when he discovered it on one occasion. Kodai, very disturbed by her father's reaction, made another garland to calm him down. That night, the Lord is supposed to have appeared in Vishnu Chitta's dream and asked for an explanation for not being offered that very garland that Kodai had originally made for him. With this, Vishnu Chitta understood the depth of the bond between his daughter and his Lord. From then on, Kodai came to be known as Andal, or the girl who ruled the Lord. She was also referred to as Sudi Kodutta Sudarmani, or the bright creeper who gave her garlands after wearing them. When her father started preparing to get her married at the age of 15, Andal was stubborn in her insistence on marrying only her Lord, which naturally worried her father very much. But he was blessed with a vision instructing him to dress Andal in wedding finery and bring her to Srirangam. At the same time, the priests at the temple in Srirangam were instructed to prepare for a wedding. In her anxiety to wed her Lord, Andal could not control her urge to meet him and ran into the sanctum sanctorum, only to merge completely with him. വിളി തെക്കോട്ടു തെക്കോട്ടലയ്ക്കവേ ആരു പാടുന്നു തമിഴകത്തിൽ
ശ്രീരംഗനാഥ നീ എൻ സൂര്യനാണെന്നു ഭൂദേവിയായി വലം വച്ചിടുന്നു. ആരും കൊതിച്ചു പോം മട്ടിൽ വിചിത്രമായി 1000 പൂക്കളാൽ മാല കെട്ടി സ്വന്തം കഴുത്തിലണിഞ്ഞു നോക്കിയിട്ടതിൻ ചന്തം ഗണിച്ചതിൽ പിന്നെ മാത്രം കോവിലിലേക്ക് കൊടുത്തയക്കുന്നവൾ ദേവവധു വിരഹാർത്തയായോൾ. മുട്ടോളമെത്തിടും പുഷ്പഹാരം ചാർത്തി മംഗല്യസൂത്രം സ്വയം ധരിച്ചോൾ. ആടുന്ന പാടുന്ന കണ്ണീരൊഴുക്കുന്നൊരാണ്ടാൾ കറുത്തവൾ നീണ്ട കണ്ണാൾ. അവൾ പാടിയുള്ളൊരപ്പാട്ടുകൾ പാടുന്നു തമിഴകത്തിൻ തിരുമക്കളിന്നും. நம்பி நடக்கின்றான் என்றெதிர் பூரணப் போர்க்கூடம் வைத்து புறமெங்கும் தோரணம் நாட்ட கரா கண்டேன் தோழி கனா கண்டேன் தோழி கனா கண்டேன் தோழி இன்மைக்கும் ஏழெழு பிறவிக்கும் பற்றாவான் நம்மை உடையவன் நாராயணன் நம்பி செம்மையுடைய இரு கையால் தாழ் பற்றி அம்மி மிதிக்க கரா கண்டேன் தோழி கரா கண்டேன் தோழி கரா கண்டேன் தோழி.
விஷ்ணு சித்தரே வீணாக கவலை அடைய வேண்டாம். விரைவிலும் அது வளர்ப்பு மகளான ஆண்டாள் என்னை வந்தடையும் காலம் நெருங்கிவிட்டது. அவள் விருப்பப்படி நாமே அவளுக்கு மாலை சூட்டுவோம். சூடிக் கொடுத்த சுடற்கொடியை திருமணக் கோலத்தோடு திருவரங்கத்துக்கு வாரும். திருவருள் கிட்டும். ஏன் பள்ளி கொண்டீரையா ஸ்ரீரங்கநாதா? ஏன் பள்ளி கொண்டீரையா ஸ்ரீரங்கநாதா? ஸ்ரீரங்கநாதா, ஏன் பள்ளி கொண்டீரையா? செங்கமல நான் மலர் மேல் தேனுருகும் வண்ணம் போல செங்கண் கருமேனி வாசுதேவனுடைய அங்கை தலமேறி அன்னவசம் செய்யும் சங்கரையா, உன் செல்வம் சால அழகியதே ஸ்ரீரங்கநாதா, ஸ்ரீரங்கநாதா. Last but not the least, we have arrived in time to narrate the story of Kururamma, who represents a different aspect of the love a devotee can feel towards the Creator, called Vatsalyam. While Radha represents the personification of a lover to Krishna, Arjuna saw a friend in his Lord Krishna. Uddhava saw Krishna as his master. Meera reached him through bhakti. But Kururamma stood for an aspect of love that is unconditional and maternal in nature. She was a childless widow, settled in Guruvayur as a devotee of Lord Krishna. Being a virgin widow, she was excluded from participating in social activities. Therefore, upon finishing with her duties, she would immerse herself in prayers to her Lord. In the course of her worship, she would often forget to even feed herself. Gradually, everyone around her could sense the divinity in her. As a reward for her steadfast devotion,
she was blessed with the gift of having to take care of a child. So, in playing with him, fondling him lovingly, chiding him for his being naughty, weeping with joy at his childlike pranks, she brought out that most tender and precious of all bonds, that between a mother and child. There is a legend about how this child came to be recognized as Lord Unnikrishnan himself. Once, after a particularly tough time with this boy, Kururamma punished him by making him remain in a corner with a large vessel or a varpu covering him, thereby confining him to one place. In a while, there was commotion at the temple. It was getting late for the arati and sevai or worship because the child god was missing. After some time, when he reappeared with soot on his arms, to the question of where he had been, he replied that Kururamma had prevented him from moving from that spot till a little while ago. And that was how it came to be known that Lord Krishna himself chose Kururamma to be his mother. മലമുടി കേറി ഇറങ്ങിത്തിരഞ്ഞൊരാ വിളിമലനാട്ടിലും കേട്ടുപോലും വെള്ളപ്പുടവയുടുത്ത് ഭസ്മം തൊട്ടു വെള്ളോട്ടു കൈവള ഇട്ട കയ്യിൽ കിണ്ണത്തിൽ നെയ്ച്ചോറുരുള പേരിയും കണ്ണൻ പഴവും തൈരുമായി ഉണ്ണി വരില്ലയോ മാമുണ്ണാൻ കുറൂരമ്മ വിളിച്ചു നടന്നുവത്രേ. കരുണ ചെയ്വാനെന്തോ താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ കൃഷ്ണ കരുണ ചെയ്വാനെന്തോ താമസം
കൃഷ്ണ 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 കണ്ണാ വരൂ വരുമാമുണ്ണുവാൻ അമ്മ നിന്നെ വിളിച്ചു തളർന്നുവല്ലോ. വന്നുകൂടെ നിനക്കെന്നരികിൽ എൻ്റെ കണ്ണുനീരെത്ര ഒഴുകി കണ്ണാ. ഉണ്ണിക്കു വേണ്ടി ഒരുക്കിയ പാൽച്ചോറു നന്നേ തണുത്തുപോയി നോക്കൂ കണ്ണാ. വെണ്ണയും പാലും കവർന്നു നടക്കുമെൻ ഉണ്ണിയെ കള്ളനെന്നാർ വിളിച്ചു. കണ്ണനാമുണ്ണി ഉറങ്ങൂ, എന്നുണ്ണിക്കുട്ടനുറങ്ങൂ. പൂവുറങ്ങി കുളിർ കാറ്റുറങ്ങി പാവമൂഴിയുമെല്ലാം മറന്നുറങ്ങി. ആഴിത്തിരകളോ താണുറങ്ങി, ആകാശക്കാവിൽ നിലാവുറങ്ങി. ഉണ്ണി എന്നുണ്ണി ഉറങ്ങൂ, നോക്കി അമ്മ നിൻ ചാരത്തിരിക്കാം. കണ്ണനാമുണ്ണി ഉറങ്ങൂ, ഉറങ്ങൂ. അഗ്രേ പശ്യാമി തേജോ നിബിഡതരകളായാവലീലോഭനീയം. പീയൂഷാപ്ലാവിതോഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈരാവീതം. നാരദാദ്യൈ വിലസതുപനിഷത്സുന്ദരി മണ്ഡലൈശ്ച. നീലാഭം കുഞ്ചിതാഗ്രം ഘനം അമലതരം സംയതം ചാരുഭംഗ്യാ. രത്നോത്തം സാഭിരാമം വലയിതമുദയചന്ദ്രകൈഃ പിഞ്ചജാലൈഃ. മന്ദാരസ്രന്നിവേദം തവ പൃഥുകപരീഭാരമാലോകയേഹം. സ്നിഗ്ധശ്വേതോർധ്വപുണ്ഡ്രാമപി ച സുലളിതാം ബാലബാലേന്ദുവീഥീം. പിന്നെ യുഗങ്ങൾ കഴിഞ്ഞു പോയി ആ മുഖമല്ലയോ
സ്വരങ്ങൾ തോറും പാടത്തു കറ്റ മേദിച്ചു കൂട്ടുന്നൊരു പാവങ്ങൾ പെണ്ണുങ്ങൾ തന്നിരയിൽ കൂട്ടമായാടും തെളിച്ചു പോകുന്നൊരു നാട്ടിൻ പുറ പെൺകിടാങ്ങൾ തന്നിൽ വെള്ളം തിരഞ്ഞെത്തും അമ്മമാരിൽ റാട്ടുകറക്കി തിരിത്തെറുക്കെ പഴം പാട്ടൊന്നു പാടിയിരിക്കൂരിൽ തേയില നുള്ളി തളരുവോരിൽ എന്നും അടുക്കള ചൂടിൽ കരിഞ്ഞിടും പെങ്ങളിൽ കണ്ണീരടക്കുവോരിൽ എന്നുമുണ്ടായിരുന്നീലയോ രാധ എന്നുമുണ്ടായിരുന്നീലയോ രാധയെവിടെ രാധയെവിടെ ഇവൾ മരിക്കില്ല ഇവൾക്കില്ല ശാന്തി ഇരുൾ നിലം തോറും അലഞ്ഞു പാടി തനിയേ നടന്നിവൾ വീണോട്ടെ കണ്ണാനിൻ തിരുനാമമാണിവൾ കന്ധ്യതീർത്ഥം മാധവ ക്രൂര കഠിന നൽകീല നീരാധയ്ക്കു നിത്യമാ ശാന്തി പോലും. Wherever on earth there exists a genuine bond of love between man and woman, we find the presence of Radha and Krishna in that moment. May this story of Radha help spread the message of love over hatred in a world that constantly needs to be reminded of stories of devotion as a path to liberation. I like to introduce my dancers. Saumya, Akshita, Smriti, Shruti, Malavika, Kritika, Ashwati, Vinita, Sneha, Krishna as Krishna. And I like to thank Mr. Haridas for coordinating the whole event. Haridas, and my sincere thanks to the committee of this mega event, and my sincere love-felt thanks to Sri Rajalakshmi ma'am. Thank you so much. ईशावास्यमिदं सर्वम्